ആറന്മുളയ്ക്കൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിൽ ഈ പ്രളയ ദുരിതം വലിയ തോതിൽ അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് തിരുവല്ല CMS സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണുള്ളത്. ഇവിടെ നിരവധി കുടുംബങ്ങളാണ് ഈ വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയത് മൂലം ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. അവർ രാവിലെ ഭക്ഷണം ഉൾപ്പെടെ തയ്യാറാക്കുന്ന ഒരു ശ്രമത്തിലാണ്. തിരുവല്ല MLA നേരിട്ട് ഈ ക്യാമ്പിലെത്തുകയും കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. തിരുവല്ല MLA വർഗീസ് മാമൻ റിപ്പോർട്ടർ TVയോടൊപ്പം ചേരുകയാണ്. ഈ ആറന്മുളയിൽ സ്ഥിതി ഗുരുതരമാണ്. അതേപോലെ തിരുവല്ലയിലും സമാനമാണോ അവസ്ഥ? റാന്നിയിൽ നിന്നും ആറന്മുളയിൽ വെള്ളം മുഴുവൻ തിരുവല്ലയിൽ എത്തിയിരിക്കുക. തിരുവല്ല 5 പഞ്ചായത്തുകൾ ഇപ്പം ടോട്ടലി വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ജനങ്ങളെ മുഴുവൻ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. തിരുവല്ല നഗരസഭയുടെ പ്രദേശമാണിത്. നഗരസഭയിലെ താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ അഫക്റ്റാണ്. 15ഓളം ക്യാമ്പുകൾ തിരുവല്ല നഗരസഭ പ്രതികരിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ക്യാമ്പുകളിൽ 300 പേരിലധികമായി കഴിഞ്ഞു. ഈ ക്യാമ്പിൽ തന്നെ 100-നടുത്ത് ആളുകളായി കഴിഞ്ഞു. ക്യാമ്പിൽ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഗവൺമെന്റ് സംവിധാനം വഴി ഒരുക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അത് പോരാ. രാവിലെ തന്നെ ക്യാമ്പിൽ ആളുകളുടെ എണ്ണം കൂടുകയാണ്. ഇപ്പോൾ രാവിലെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുകയാണ്. നമുക്ക് ഈ ക്യാമ്പുകളിൽ പോലും വെള്ളം കയറുന്ന ഒരു അവസ്ഥ തിരുവല്ലയിൽ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണോ? ചാത്തങ്കേരി തീർച്ചയായിട്ടും പെരിങ്ങര പഞ്ചായത്തിലെ ചാത്തങ്കേരി ഗവൺമെന്റ് സ്കൂളും ഗവൺമെന്റ് LPS സ്കൂളും ചാത്തങ്കേരി സെന്റ് ജോൺസ് LPS സ്കൂളിലും വെള്ളം കയറി കഴിഞ്ഞു. അവരെ ടോറസ് വാഹനത്തിൽ തിരുവല്ല ടൗണിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ കൂടുതൽ സംവിധാനങ്ങളുടെ ശ്രദ്ധ തിരുവല്ലയിൽ ആവശ്യമുണ്ട്. അങ്ങനെ ഫ്ലഡ് ഏറ്റവും കൂടുതൽ അഫക്റ്റഡായി തിരുവല്ല മാറിയിരിക്കുകയാണ്. ഏത് കാലത്തും ഇതൊരു പ്രളയബാധിത പ്രദേശമായി പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ എപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട്. ഈ ക്യാമ്പ് നമ്മൾ ഗവൺമെന്റ് സഹായത്തോടെ സന്നദ്ധ സംഘടന സഹായത്തോടെ നമ്മൾ നടത്തും. ക്യാമ്പല്ല, ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ച് ഭവനങ്ങളിലേക്ക് പോവുകയാണ്. ഇവരൊക്കെ ചെറിയ വീടുകളിൽ താമസിക്കുന്നവരാണ്. വീട് മുഴുവൻ ചള്ളയും വെള്ളവും കയറി കിടക്കുകയാണ്. അത് വാസയോഗ്യമാക്കണം. അവിടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ മുഴുവൻ നഷ്ടപ്പെട്ടാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് അടിയന്തര സഹായം, കേന്ദ്ര സർക്കാർ അടിയന്തര സഹായം വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധി അനുവദിച്ച് പ്രളയബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ ഈ ജനങ്ങളെ ഒപ്പം നിർത്തി മുമ്പോട്ട് പോകാനുള്ള സജ്ജീകരണം ഒരുക്കണം. അതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഏറെക്കുറെ ഇപ്പോൾ ഈ ക്യാമ്പുകളൊക്കെ ഇങ്ങോട്ട് നഗരപരിധിയിലേക്ക് മാറ്റാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. കാരണം ഈ പുറത്തുള്ള ഔട്ടറിലുള്ള ക്യാമ്പുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ഈ ആറന്മുളയിലെ വെള്ളം ഇറങ്ങി ഇപ്പോൾ തിരുവല്ലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആറന്മുളയുടെ അപ്പുറത്തേക്കൊരു ഭീകരാവസ്ഥ തിരുവല്ലയിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തിരുവല്ലയിലെ വെള്ളം 3 തൊട്ട് 5 ദിവസങ്ങൾ വരെ ഈ വെള്ളം ഇവിടെ തടഞ്ഞു നിൽക്കും. അതുകൊണ്ട് വെള്ളപ്പൊക്ക രൂക്ഷത ആറന്മുളയെക്കാട്ടിലും അതിഭയങ്കരമായി തിരുവല്ലയെ ബാധിക്കുകയാണ് ഇപ്പോൾ സത്യത്തിൽ. ഈ ക്യാമ്പ് പടിഞ്ഞാറൊന്നും ഞങ്ങൾ തിരുവല്ലയ്ക്ക് മാറ്റാൻ കാരണം ക്യാമ്പിലെത്താൻ പറ്റുന്നില്ല. നമ്മൾ ടോറസ് വാഹനങ്ങളിൽ എത്തുന്നത് ഈ ഡോക്ടർമാരുടെ യൂണിറ്റ് അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. ആ ക്യാമ്പിൽ വെള്ളം കയറി കഴിഞ്ഞാൽ മാറ്റിയല്ല പറ്റത്തുള്ളൂ. അന്നേരം പടിഞ്ഞാറ് അപ്പർ കുട്ടനാട് ജനങ്ങൾക്ക് ഒരു ഭയം ഉണ്ടാവാത്ത രീതിയിൽ അവരെ തിരുവല്ല നഗരസഭയിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെയാകുമ്പോൾ നമുക്ക് ക്രമീകരിക്കാൻ വളരെ എളുപ്പമുണ്ട്. തിരുവല്ലയിൽ തന്നെ പല ക്യാമ്പുകളും 300-350 അംഗങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് 6500ഓളം പേരുകളുടെ ക്യാമ്പുകളിലാണ്. അതുകൊണ്ട് ഇവരുടെ പൂർണ്ണമായ ഭക്ഷണം, ഇവരുടെ ആരോഗ്യം, ഇവരുടെ സംരക്ഷണം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ടാണ് ഗവൺമെന്റും ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാനും എന്നോടൊപ്പം നിൽക്കുന്ന സന്നദ്ധ സംഘടനകളും മുമ്പോട്ട് പോകും. ഈ വരും മണിക്കൂറുകളിൽ പ്രത്യേക ശ്രദ്ധ വേണ്ട സ്ഥലം തന്നെയാണ് തിരുവല്ല. വളരെ നിർണായകമായ ഒരു മണിക്കൂറാണ്. ഇപ്പോഴും നിങ്ങൾ കാണുന്നില്ലേ, കോരിച്ചൊരിയുന്ന മഴ ഇന്ന് വെളുപ്പിനെ തൊട്ട് ചെയ്യുകയാണ്. വെള്ളം ഓൾറെഡി ഇവിടെ കിടക്കുന്നു. വീണ്ടും വെള്ളം ഒഴുകിയെത്തുകയാണ്. അതുകൊണ്ട് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ തിരുവല്ലയുടെ കടപ്ര, നിരണം, നെടുമ്പ്രം, പെരിങ്ങര ഈ 4 പഞ്ചായത്തുകളിലെ ക്യാമ്പുകളിൽ ഇത് ആശങ്കാജനകമാണ്. അവിടെ വെള്ളം കയറുന്ന സ്ഥലത്തു നിന്ന് ആളുകളെ തിരുവല്ല നഗരസഭയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമല്ല സാധന സാമഗ്രികളെല്ലാം സജ്ജമാക്കണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ക്യാമ്പിൽ ഒരുപാട് ആളുകളുണ്ട്. തിരുവല്ലയിലെ സ്ഥിതി അതീവ ഗുരുതരമെന്നാണ് MLA പറയുന്നത്. കാരണം ഓരോ സ്ഥലങ്ങളിലും ക്യാമ്പിലുള്ള സ്ഥലങ്ങളിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ക്യാമ്പിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ശക്തമായൊരു മഴ തിരുവല്ല പ്രദേശത്ത് പെയ്യുകയും ചെയ്യുന്നുണ്ട്. ചേച്ചി, വലിയ ബുദ്ധിമുട്ടല്ലേ ഈ മഴ? ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഇനി വീട്ടിലോട്ട് ചെന്ന് കയറാൻ പോലും വയ്യാത്ത അവസ്ഥയില്ല എല്ലാവരും ഇരിക്കുന്നത്. അവിടെ വൃത്തിയാക്കാനും പോലും പറ്റാത്ത 18-ലേക്കാളും വെള്ളമാണെന്ന് തോന്നുന്നു. 18-ലെ വെള്ളപ്പൊക്ക പ്രളയം ഇതുപോലെയല്ലേ ആയിരുന്നു. അതിലും കഷ്ടമായിട്ടാണ് ഇപ്പം. വീട് ഏത്? ഞങ്ങള് യമുനാ നഗർ കൊളക്കാട് നമ്മുടെ MLA-യുടെ ഭാഗത്ത് തന്നെ ഞങ്ങളുടെയൊക്കെ താഴ്ചയാണെന്നേ ഉള്ളൂ. അവിടെ എല്ലാം ഭയങ്കര ശരിയാവുന്ന അറിയില്ല, ഒന്നും ശരിയാവുന്ന അറിയത്തില്ല. ഞങ്ങളിനി ചെന്ന് കയറാൻ പോലും ഇടവില്ലാതെ വീടുകളെല്ലാം നഷ്ടപ്പെട്ടു, സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു, ചേറും മണ്ണും എല്ലാം കയറി അടിഞ്ഞു. അതിനകത്തോട് കയറി ചെല്ലാൻ പോലും വയ്യാത്ത അവസ്ഥയില്ല എല്ലാവരും. ആളുകളുടെ ദുരിതം തിരുവല്ലയിൽ അത് വളരെയധികം കൂടുതലാണ്. ഒപ്പം തന്നെ തിരുവല്ല പ്രദേശത്ത് വ്യാപകമായി ഒരു മഴ ലഭിക്കുന്നുണ്ട്. പുലർച്ചെ മുതൽ തിരുവല്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഈ ഒരു അവസ്ഥയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കൃത്യമായി കൂടുതൽ ക്രമീകരണങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് കൂടുതൽ ശ്രദ്ധ തിരുവല്ലയിലേക്ക് വേണമെന്നാണ് MLA ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന. അത്തരമൊരു ശ്രദ്ധ ഉണ്ടാവട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് വിനയ് രാജിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ.